ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ഇട്ടിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ ഗിയർ ഓയിൽ മാറ്റാം, എയർ ഫിൽറ്റർ ചെക്കപ്പ്, റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ്, അതേപോലെ എയർ ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, ജനറൽ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാണ് വർക്ക് കേട്ടോ. ജനറൽ സർവീസായിട്ട് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലുമുള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി നമ്മൾ എസ്റ്റിമേറ്റ് അടക്കം നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് നിലവിൽ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കീ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കാരണം കീ സെറ്റ് ലൂസ് കോൺടാക്റ്റ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരുവിധം ഗട്ടറിലുള്ള ഷെയ്ക്കായിട്ടുള്ള രീതിയിൽ ഓടണ സമയത്ത് മിക്കവാറും കീ സെറ്റ് ലോക്കായി പോകാൻ, ഓഫായി പോകാനുള്ള സാധ്യത ആ ലൂസ് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഓഫായി പോകാനും സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റണ്ണിങ്ങിൽ ഓഫിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കീ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റിയാലാണ് നമ്മൾ റെഡി ആവുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി നമ്മൾ കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിംഗ് ഒക്കെ മാക്സിമം അതിൻ്റെ പരമാവധി അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ ബാക്കിലത്തെ. അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റിയിടാം. പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ്, ഈ വീല് പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് ഓൾറെഡി ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഗിയർ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടും കൂടി അഴിച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു കേബിളും കൂടി കംപ്ലയിൻ്റ് ഉണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഒരു ബാക്ക് ബ്രേക്കിലേക്ക് വരുന്ന ഒരു കേബിളും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും ഒരു കേബിളും ഉണ്ട്. ആ കേബിളും ഈ ബ്രേക്കുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 2 കേബിളുകൾ മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റണം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഏറെക്കുറെ ഒരു 80% കഴിഞ്ഞേക്കണം. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് സൈഡ് അഴിക്കാൻ നമുക്ക് ഈ സൈഡിൽ അതിൻ്റെ ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണ്. അപ്പോൾ കൈയോടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കമാണ്, കൈയോടെ നമുക്കത് മാറ്റിയിട്ട് ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ്. കാര്യമായിട്ടുള്ള അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളറൊക്കെയാണത്, ബെൻഡെക്സ് യൂണിറ്റ്, ക്ലച്ച് ഔട്ടർ, ബെൽറ്റ്, ഇത്രയും ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ ഡാമേജ് ഒന്നുമില്ല. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്. ക്ലച്ച് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും, ആ ഓയിൽ സീൽ മാത്രമാണ് നമുക്കൊരു ലീക്കേജ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ അത് ചേഞ്ച് ചെയ്തതിന് ശേഷം ക്ലച്ച് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ആകാം. പിന്നെ അതേപോലെ ക്ലച്ച് വീലിൻ്റെ അഴിക്കണം, കവർ അഴിക്കുമ്പോൾ ഒരു കിക്കറിൻ്റെ വീലാണത്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. നമ്മളിപ്പോൾ സെൽഫ് അടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കിക്കർ നമ്മൾ ശ്രദ്ധിക്കലുണ്ടാവില്ല. കിക്കർ ഗ്രീസ് ചെയ്ത് നിർത്താൻ എന്തെങ്കിലും ആവശ്യത്തിന് അടിക്കേണ്ടി വന്നാൽ അതല്ലെങ്കിൽ സ്റ്റക്കായി പോകും. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം, അതിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് ഇനി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരും. അപ്പോൾ കൈയോടെ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ്, ഈ കവറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ്കറ്റും ആ റബ്ബറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഭാഗം റെഡി ആയിക്കോളും. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു 10 വണ്ടി വന്നാൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റാണ്. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്, E20 പെട്രോൾ എന്ന് പറയും. അപ്പോൾ ഞാനതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് E20 പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രോബ്ലംസ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികൾക്ക്, അതായത് നമ്മൾ 2 വീലറുകൾക്ക്, കാർബറേറ്റർ മോഡൽ വണ്ടികൾക്കൊക്കെ അതൊരു ദോഷം തന്നെയാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്ററൊക്കെ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാം, ദ്രവിച്ചു പോകും, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ട് നിലവിൽ, സാധാരണ കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വണ്ടിക്ക് ആ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ അഴിക്കണില്ല. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കയറി അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈറ്റാണ് കേട്ടോ. ആക്സിലേറ്റർ ഓൾറെഡി റേസ് ആവുന്നുണ്ട്, കേബിൾ ടൈറ്റും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക, ഈ സൈഡ്, ഈ ഭാഗം ഉണ്ടാകും. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി ഓടുന്ന സമയത്ത് തന്നെ നമുക്കൊരു പാളിച്ച അനുഭവപ്പെടുന്നുണ്ട്. ഗട്ടറിൽ ചാടുമ്പോൾ അടിക്കുന്ന ഒരു ഫീൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷൊക്കെ പോയി, ഇതൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയി. പിന്നെ അതുകൂടാതെ ലിങ്കിൻ്റെ ബുഷ്, ഇതും നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. 2 സൈഡും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ലിങ്ക് ബുഷും ഷോക്ക് ബുഷും മാറ്റിയിട്ട് ഞാൻ ഓക്കെ ആയിക്കോളും. വീൽ ബെയറിങ്ങിന് ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഇല്ല. ഈ ബുഷ് പോയി കിടന്ന് ഓടുമ്പോൾ പിന്നെ 2 കംപ്ലയിൻറ്റുകളാണ്. ബെയറിങ് പോകാന്നുള്ളത്, ഒന്ന് വീലിൻ്റെ ബെയറിങ് പോകും, ഒന്ന് കോൺസെപ്റ്റ് പോകും. ഇപ്പോൾ നിലവിൽ വീൽ ബെയറിങ് കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടില്ല. പക്ഷേ കോൺസെപ്റ്റ് ഓൾറെഡി അടി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ബെയറിംഗ് ആണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. തൽക്കാലം ഈ സർവീസ് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടാൻ തരും കേട്ടോ. പിന്നെ ബ്രേക്ക് കേബിളിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കേബിൾ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ അതും മാറ്റിയിടാം. ലൈനർ ഏകദേശം ഒരു 80% കഴിഞ്ഞു.
മാറ്റിയിടാണ് ഏറ്റവും സേഫ് അതാണ്. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈൻഡർ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. മാറ്റണതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ ഇഗ്നീഷ്യൻ സ്വിച്ച് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റാണ്, അതിൻ്റെ കംപ്ലൈൻ്റാണ് ആ ഇടയ്ക്ക് ഓഫായി പോണ പ്രോബ്ലം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം. അത് കൈയോടെ മാറ്റി കളയും. നമ്മളിപ്പോൾ വല്ല വണ്ടി ഓവർടേക്ക് ചെയ്തൊക്കെ പോണ നേരത്തേക്കാണ് ഈ സാധനം ഇതേപോലെ ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ വന്ന വണ്ടിക്കാർ അത് ശ്രദ്ധിക്കില്ല. കാരണം നമ്മുടെ സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിൽ വന്ന് വല്ല ഇത് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ മാറ്റിയിടാം, അത് ഏറ്റവും സേഫ്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. നോർമൽ രീതിയിൽ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.5 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. 9 വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു അല്പം വീക്കാണ്, പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല, അത് ക്ലിയർ ആയിക്കോളും. ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതായത് ബ്രേക്ക് ഷൂ, എഞ്ചിൻ ഓയിൽ, 2 ബ്രേക്ക് ഷൂ തന്നെ ഉണ്ട്, എഞ്ചിൻ ഓയിൽ, 2 ബ്രേക്കിൻ്റെ കേബിൾ, ബുഷ്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, കീ സെറ്റ് അടക്കാം. അപ്പോൾ വീഡിയോ ഉണ്ടാകുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.